നമസ്തേ, കഥകളത്തി സാഗരത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് അകവൂർ ചാത്തൻ്റെ മറ്റൊരു കഥ പറയുകയാണ്. ഈ അകവൂർ ചാത്തനും ഓച്ചിറ പരബ്രഹ്മമൂർത്തി എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട് തെക്കൻ കേരളത്തിലെ. ഓച്ചിറ പരബ്രഹ്മം എന്ന് തന്നെയാണ് പറയുക. അതിങ്ങനെ ഒരു സിനിമാ പാട്ട് തന്നെ കേട്ടില്ലേ? ആഡംബരമില്ലാതെ, ആനയില്ലാതെ, അമ്പാരിയില്ലാതെ ഓച്ചിറയിൽ വാഴുന്നു പരബ്രഹ്മമൂർത്തി ഓച്ചിറയിൽ എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. ഉടുക്ക് കൊട്ടി പാദമുദ്ര എന്ന് പറയുന്ന ഒരു സിനിമയിൽ മോഹൻലാലിൻ്റെ ഒരു കഥാപാത്രം ഓച്ചിറ പരബ്രഹ്മമൂർത്തിയെ പറ്റി പാടുന്ന ഒരു ഉടുക്ക് കുട്ടി പാടുന്നൊരു പാട്ടാണ്. എന്താ ആ പാട്ട് എനിക്ക് തോന്നുന്നത്, എനിക്കത്ര ഓർമ്മ നിൽക്കണില്ല എങ്കിലും ഞാൻ ഓർക്കുകയാണ് തോന്നുന്നത്. ആനയില്ലാതെ, അമ്പാരിയില്ലാതെ പരബ്രഹ്മമൂർത്തി ആൽത്തറയിൽ വാഴുന്നു ഓച്ചിറയിൽ എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു പാട്ടാണ്. എനിക്ക് ഇഷ്ടമൊക്കെ ഉള്ളതായിരുന്നു, ഇപ്പം അങ്ങടെ ഓർമ്മയൊക്കെ ഉള്ളതാണ്. ഈ ഓച്ചിറ പരബ്രഹ്മമൂർത്തിയും അകവൂർ ചാത്തനും കൂടിയുള്ള ഒരു കഥയാണ് ഇത് ഉള്ളത്. അകവൂർ ചാത്തൻ ഇങ്ങനെ അകവൂർ മനയ്ക്ക് വലിയ തിരുമേനിയുടെ ആശ്രിതനായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഒരു സ്ഥലം, ഒരു യാത്ര പോകണം. അപ്പോൾ എപ്പോഴും തിരുമേനിയുടെ കൂടെ അദ്ദേഹമാണല്ലോ. അദ്ദേഹം ഒരു പരബ്രഹ്മമൂർത്തിയെ ഉപാസിക്കുന്ന ഒരു തിരുമേനിയായിരുന്നു. പരബ്രഹ്മമൂർത്തി എന്ന് പറയുന്നത് മഹാദേവൻ്റെ ഒരു മഹാദേവനാണ് ആ പരബ്രഹ്മമൂർത്തി എന്ന് പറയുന്നത്. അംശാവതാരമൊക്കെ ആയിട്ട് വരണമെന്ന്. അപ്പോൾ ചുരുക്കത്തിൽ പരബ്രഹ്മമൂർത്തിയുടെ ഉപാസകനാണ് അകവൂർ വലിയ തിരുമേനി. ആ കാര്യം ചാത്തനും അറിയാം. അദ്ദേഹത്തിനും ഉണ്ട് ഒരു തോന്നൽ, ഞാൻ പരബ്രഹ്മമൂർത്തിയെ ഉപാസിക്കണ ഒരു ബ്രാഹ്മണനാണ്, അതുകൊണ്ട് തനിക്ക് ചില സിദ്ധികളുണ്ട്, തന്നെ എപ്പോഴായാലും എവിടെയായാലും പരബ്രഹ്മമൂർത്തി കാത്തോളും എന്നൊരു വിശ്വാസമുണ്ട്. അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് പക്ഷേ ഈ അകവൂർ ചാത്തനെ അവിടുന്ന് പതിവായി രാവിലെ ഇങ്ങനെ ഓരോരുത്തരും ഓരോരോ ഇതാണ്. ഒരു ദിവസം ചോദിച്ചു, അങ്ങ് പതിവായിട്ട് രാവിലെ 7 നാഴികയ്ക്ക് മുമ്പ് 7:30 നാഴിക വെളുപ്പാങ്കാലത്ത് എണീറ്റ് കുളിച്ച് ജപിച്ചിരുന്ന് ഇങ്ങനെ ധ്യാനിക്കുന്നുണ്ടല്ലോ, എന്തൊക്കെയോ പ്രാർത്ഥനകളൊക്കെ അങ്ങ് ചെയ്യുന്നുണ്ടല്ലോ, സ്ഥാനകർമാദികളൊക്കെ കഴിച്ച് ഉച്ച വരെ അങ്ങക്ക് ഈ ദേവാരം കഴിക്കലും കീർത്തനം പാടലും നമസ്കരിക്കലും എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലലും ഒക്കെ തന്നെയാണ്. അത് ആരെയാണ് ഈ ഉപാസിക്കണേ? ഇങ്ങനെ എടോ അതെൻ്റെ ഉപാസനയാണെന്ന് പറഞ്ഞു. അതെയോ, ഉപാസനമൂർത്തിയെ ഞാൻ ഉപാസിക്കുകയാണ് എന്ന് പറഞ്ഞു തിരുമേനി. ആരെയാണ് ഈ ഉപാസിക്കണേ? പറഞ്ഞു, ഞാൻ പരബ്രഹ്മമൂർത്തിയെ ഉപാസിക്കട്ടെ. ഓഹോ, അങ്ങനെയാണ് പരബ്രഹ്മം. അതെ, പരബ്രഹ്മമൂർത്തിയാണ് ഞാൻ എന്നും രാവിലെ എണീറ്റ് ഇത്ര അധികം നേരം ഉപാസിക്കണേ എന്ന് വലിയ തിരുമേനി പറഞ്ഞു. അപ്പോൾ ചാത്തൻ, അത് എങ്ങനെ ഇരിക്കും ഈ പരബ്രഹ്മമൂർത്തി? അങ്ങ് ഉപാസിച്ച് ഈ പറഞ്ഞ ആളെ കണ്ടിട്ടുണ്ടോ? എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചു ചാത്തൻ. തിരുമേനിക്ക് അത് ഇഷ്ടം പിടിച്ചില്ല. ചൊട്ടിപ്പിച്ചു തിരുമേനി. ഞാൻ തന്നെ പരിഹസിക്കുകയാണ്. ഒട്ടനെ തന്നെ തിരുമേനി ഒരു മറുപടി പറഞ്ഞു. എന്താന്നാ, നീ നമ്മുടെ മാടമ്പോത്തിനെ കണ്ടിട്ടില്ലേ? അതുപോലെ ഇരിക്കും. ഓ, മാടമ്പോത്തിനെ പോലെ? ആണേ, മാടമ്പോത്ത് പോലെ തന്നെ ഈ പരബ്രഹ്മമൂർത്തി. അത് ശരി. അപ്പോൾ ഈ മാടമ്പോത്തെന്ന് പറയണത് എന്താണോ? അകവൂർ മനക്കലെ കാളക്കൂട്ടങ്ങളിലെ ഏറ്റവും ശരീരപുഷ്ടിയും ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ ഉള്ള നല്ല വളഞ്ഞ വലിയ കൊമ്പുള്ള കൂറ്റൻ കാളയാണ്. കൂറ്റൻ കാളയാണ്. ഓച്ചിറക്കാള എന്ന പേരിൽ അറിയണില്ലേ? ആ ഓച്ചിറക്കാളയെ മാടമ്പോത്ത് എന്ന് ഓമനപ്പേരായിട്ട് വിളിക്കണത്. നമ്മുടെ മാടമ്പോത്തിനെ പോലെ ഇരുന്ന് വെച്ചാൽ കാള നല്ല കൂറ്റൻ കാളയെ പോലെ ഇരിക്കും. ഓ ശരി. പിറ്റേ ദിവസം തൊട്ട് എന്തുണ്ട്, ഈ ഓച്ചിറക്കാളയെ മനസ്സിൽ, ഇപ്പോൾ ഓച്ചിറക്കാള എന്ന് പറയുന്നു, ഈ മാടമ്പോത്തിനെ അങ്ങോട്ട് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്
അകവൂർ ചാത്തനും ഉപാസന അങ്ങോട്ട് തുടങ്ങി. ഉപാസന തുടങ്ങി. ഇത് തിരുമേനി അറിയില്ല. തിരുമേനി അവിടെ പരബ്രഹ്മത്തെ ഉപാസിക്കണം, ഇദ്ദേഹം മാടമ്പോത്തിനെ ഉപാസിക്കണം. അങ്ങനെ ആ പോത്തിൻ്റെ മാടമ്പോത്തിൻ്റെ രൂപം മനസ്സിൽ ധ്യാനിച്ച് അങ്ങോട്ട് ധ്യാനം തുടങ്ങി. ധ്യാനിച്ച് ത്രിമൂർത്തികൾക്ക് ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ 3 പേരാണല്ലോ ത്രിമൂർത്തികൾ. അവർക്ക് ഈ ചാത്തൻ്റെ ധ്യാനം വളരെ ഏകാഗ്രതയോടുകൂടി ഉള്ള ധ്യാനം കണ്ടപ്പോൾ ത്രിമൂർത്തികളൊക്കെ എല്ലാം ഒരേപോലെ സന്തോഷം തോന്നി. ഉടൻ തന്നെ ഈ മാടൻ പോത്തിൻ്റെ ശിരസ്, വപുസ്, പൃഷ്ഠം ശരീരത്തിലെ പ്രധാന ഭാഗമാണ്. ശിരസ് നല്ല കൊമ്പുള്ള മോന്തയൊക്കെയുള്ള ആ ശിരസ് ഈ 3 സ്ഥാനങ്ങളിൽ ഉപവിഷ്ടരായി. ഇവർ ത്രിമൂർത്തികളിൽ ബ്രഹ്മാവ് ശിരസിലും, പിന്നെ വപുസ് എന്ന് പറഞ്ഞാൽ ശരീരം, ഉടലും വയറും ഒക്കെ ഉണ്ടല്ലോ, ആ ഭാഗം വിഷ്ണു ഉപവിഷ്ടനായി. മാത്രമല്ല പൃഷ്ഠം, പുറകുവശം, കാളയുടെ പൃഷ്ഠം നല്ല കരുത്തുള്ളത്, നല്ല കൂറ്റി വെച്ചൊരു കുത്ത് പുറകോട്ട് തിരിഞ്ഞങ്ങോട്ട് ഉന്തി കുത്തി മതിലിനോട് ചേർത്ത് പൃഷ്ഠം വെച്ചൊരു കുത്തു കുത്തിയ തടയാളം. ആ പൃഷ്ഠഭാഗത്ത് മഹാദേവനും. ഇപ്പം എന്തായി? ഓച്ചിറക്കാളാന്ന് ഇന്നറിയപ്പെടുന്ന കാളയുടെ ശിരസ് ബ്രഹ്മാവ്, ഉടല് മഹാവിഷ്ണു, പൃഷ്ഠം മഹാദേവൻ, ത്രിമൂർത്തികൾ കൂടിച്ചേർന്നതാണ്. ഈ മാടമ്പോത്തും ത്രിമൂർത്തികൾ കൂടിച്ചേർന്നതായി. അകവൂർ ചാത്തൻ്റെ ധ്യാനം കൊണ്ട് ഈ മാടൻ പോത്ത് പരബ്രഹ്മ സ്വരൂപത്തെ അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ ചാത്തൻ്റെ കൂടെ ഉണ്ട് എപ്പോഴും ചാത്തൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനും എല്ലാ കാര്യത്തിനും സഹായിക്കാനും കൂടെ സഹചാരിയായിട്ട് കൂടി. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ചാത്തന് മാത്രമേ മാടമ്പോത്തിനെ കാണാൻ പറ്റുള്ളൂ. ചാത്തൻ്റെ കൂടെ പോണ വലിയ തിരുമേനിക്കല്ല, മറ്റു കൂട്ടുകാർക്കല്ല, ആർക്കും കാണാൻ പറ്റില്ല. പക്ഷെ ചാത്തന് കാണാം. തൻ്റെ കൂടെ ഉണ്ട്, പരബ്രഹ്മ എൻ്റെ കൂടെ ഉണ്ട് എന്ന് ചാത്തന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം നമ്പൂതിരിപ്പാട് എന്ത് പറഞ്ഞു? ചാത്ത, നമുക്കൊരു ദൂരയാത്ര പോകേണ്ടിയിരിക്കണം. അതിനെന്താ, നമുക്ക് പോവാലോ. യാത്രയ്ക്ക് വേണ്ടതൊക്കെ അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുത്തോളൂ. കുറച്ച് ദിവസം വേണ്ടിയിരുന്നു തിരിച്ചു വരാൻ. ഞാൻ പുറപ്പെട്ടോളാം, ഞാൻ വന്നോളാം. ഉടൻ തന്നെ സാധനങ്ങളൊക്കെ കൂടിയെടുത്ത് ഇവർ യാത്രയും പോയി. യാത്ര പോയി. തിരുമേനി ആദ്യം നടന്നു, പിന്നാലെ ചാത്തൻ നടന്നു. അതിൻ്റെ പിന്നെ കുളമ്പടി ശബ്ദം കേൾക്കുന്നുണ്ട്. നോക്കുമ്പോൾ എന്താ, മാടമ്പോത്ത് കൂടെ ഉണ്ട്. പോയി. അപ്പം കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ചാത്തന് സന്തോഷമായി. പരബ്രഹ്മൻ തൻ്റെ കൂടെ ഉണ്ടല്ലോ. പരബ്രഹ്മൻ തന്നെയാണ് മാടമ്പോത്തിനെ വിളിക്കണത് ചാത്തൻ. പരബ്രഹ്മമുണ്ട്, തിരുമേനിയുണ്ട്. മുമ്പിൽ തിരുമേനി, പുറകിൽ പരബ്രഹ്മം. ചാത്തൻ ഇങ്ങനെ അന്തം വിട്ട് ആഹ്ലാദിച്ചോണ്ടിരിക്കുക. തോളിൽ കിടക്കണ പാടുന്നുണ്ട്. ഈ തിരുമേനിയുടെ കിടക്കൊക്കെ ഇല്ലേ ഇതില്ലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ കയ്യും കാലൊക്കെ കഴിച്ചപ്പോൾ തിരിഞ്ഞു നോക്കി. അപ്പം മാടമ്പോത്തിനെ കണ്ടു. മാടമ്പോത്തിനോട് പറഞ്ഞു, കൊള്ളാമല്ലോ, നിൻ്റെ പണി നല്ലതാണല്ലോ. വഴി നീളെ കാണുന്ന നല്ല തളിരിലകളൊക്കെ പിടിച്ച് പറിച്ച് തിന്ന് ഇങ്ങനെ സുഖമായിട്ട് നടക്കുകയാണ് അല്ലേ. ഒരല്ലലും ഇല്ലാണ്ട്. എൻ്റെ കൈ കഴച്ചു, തോള് കഴച്ചു ഈ തിരുമേനിയുടെ കെട്ടുംപാടമൊക്കെ എടുത്തിട്ട്. ഇതിൻ്റെ ബുദ്ധിമുട്ട്, ഈ കെട്ടുംപാടം ചുവന്നുകൊണ്ട് നടക്കണതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് നീയും അറിയേ എന്നും പറഞ്ഞ് ഈ കെട്ടെടുത്ത് പുറത്താ വെച്ചു കൊടുത്തു. പരബ്രഹ്മത്തിൻ്റെ പുറത്തൊക്കെ ഇനി അങ്ങോട്ട് എൻ്റെ പിന്നാലെ അങ്ങോട്ട് നടന്നോ എന്നും പറഞ്ഞ് ചാത്തൻ അങ്ങോട്ട് നടക്കാനും തുടങ്ങി തിരുമേനിയുടെ അടുത്ത്. തിരുമേനി അങ്ങനെ പോയി യാത്ര തുടർന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് വളരെ വിസ്താരമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടു. ആ സ്ഥലം കണ്ടപ്പോൾ അവിടെ ഒരു നമുക്കിവിടെ ഇത്തിരി നേരം ഒന്ന് വിശ്രമിക്കാം എന്ന് കരുതി ഓച്ചിറ പടനിലം എന്ന് പറഞ്ഞ് ഇന്ന് നമ്മൾ അറിയപ്പെടുന്ന ആ സ്ഥലത്തെത്തി. ആ സ്ഥലത്തെത്തി കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് അവിടേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ
കാണാനുണ്ട്, ഇങ്ങനെ വലിയൊരു ആൽമരമൊക്കെ കാണാനുണ്ട്. പക്ഷെ അതിന് ചുറ്റുമായിട്ടുള്ള സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ പറ്റണില്ല. തിരുമേനി നടക്കണുണ്ട്, ചാത്തനും നടക്കുന്നുണ്ട്. പക്ഷേ ഈ കൊമ്പും കലാശമൊക്കെ ഉള്ളതുകൊണ്ട് മരങ്ങളുടെ ഇടയ്ക്കൂടെ പരബ്രഹ്മത്തിന് അങ്ങനെ നടക്കാൻ പറ്റുന്നുണ്ട്. അത് മാടമ്പോത്തല്ലേ. ഉടൻ തന്നെ ഇപ്പം മാടമ്പോത്ത് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ നേരെ അതിൽ കൊമ്പ് ഇങ്ങനെ നേരെ പിടിക്കാനേ പറ്റില്ല. അങ്ങനെ പോകുമ്പോൾ മരം തടസ്സം എത്താതെ കുറച്ച് കഴിഞ്ഞിട്ട് ചാത്തൻ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ പരബ്രഹ്മം കുറേ പുറയില്ല. അയ്യോ, എന്താ അങ്ങോട്ട് വരാത്തെ? അപ്പം എന്ത് പറഞ്ഞു എന്നറിയാമോ? എന്താ അവിടെ നിന്ന് പോയേ അങ്ങനെ ചോദിച്ചു. അപ്പം തിരുമേനി ചോദിച്ചോളൂ, താ ആരോടാ ഈ സംസാരിക്കണേ എന്ന് ചോദിച്ചു. അത് ഞാൻ നമ്മുടെ മാടമ്പോത്തിനോടാന്ന് പറഞ്ഞു. മാടമ്പോത്തോ? ഏത് മാടമ്പോത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, തിരുമനസേ, അങ്ങ് പറഞ്ഞില്ലേ എന്നോട് പണ്ടൊരിക്കൽ പരബ്രഹ്മമൂർത്തിയെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങ് ഉപാസിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ ഇരിക്കുന്നു വെച്ചപ്പോൾ എന്നോട് മാടമ്പോത്തിനെ പോലെയെന്ന് അങ്ങ് പറഞ്ഞു തന്നത് ഓർക്കണ്ടോ? ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞു, എനിക്ക് ദേഷ്യം വന്നു, അങ്ങനെ പറഞ്ഞു നേരാ. ഞാൻ പിന്നെ തൊട്ട് ഈ മാടമ്പോത്തിനെ അങ്ങോട്ട് ഉപാസിക്കാൻ തുടങ്ങി. ഇപ്പോൾ മാടമ്പോത്ത് എൻ്റെ പരബ്രഹ്മേ, ഞാൻ അപ്പം അതിനെയാണല്ലോ പരബ്രഹ്മമാക്കി വെച്ചേക്കണേ. എൻ്റെ കൂടെ എല്ലായിടത്തേക്കും വരിക. ഇപ്പം ഇവിടെ വരുമ്പോൾ ഈ കാട്ടിൽ കൂടെ മരങ്ങളിൽ അതിൻ്റെ കൊമ്പ് തട്ടിയിട്ട് ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റണില്ല അതിന്. അതവിടെ നിൽക്കുക. അത് കഴിഞ്ഞിട്ട് ചാത്തൻ മാടമ്പോത്തിനോടായി പറഞ്ഞു, എവിടെ എന്നിട്ട് മാടമ്പോത്ത് നോക്കിയപ്പോൾ കാണാനില്ല. എൻ്റെ അടുത്ത് തന്നെ നിൽക്കണുണ്ട്, അങ്ങേക്ക് കാണാൻ പറ്റണില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ സേവിച്ച് ധ്യാനിച്ച് പ്രത്യക്ഷപ്പെടുത്തിയ പരബ്രഹ്മാണത്. അങ്ങേക്ക് അതിനെ കാണാൻ പറ്റണില്ല, എനിക്ക് കാണാൻ പറ്റണില്ല. കഷ്ടമായില്ലോ കാര്യം. അപ്പം എൻ്റെ പരബ്രഹ്മത്തിനെ അങ്ങേക്ക് കാണാൻ പറ്റണില്ല, എനിക്ക് പറ്റണില്ല ചാത്ത. താൻ പേടിക്കൊന്നും വേണ്ടാടോ, തൻ്റെ പരബ്രഹ്മം അവിടെ തന്നെ കേട്ടെ, താൻ പേടിക്കണ്ട, താൻ ഇങ്ങോട്ട് പോരുക, ഞാനല്ലേ കൂടെയുള്ളത് എന്ന് പറഞ്ഞ തിരുമേനി ചാത്തനെ ഇങ്ങോട്ട് വിളിച്ചു. ഉടൻ തന്നെ തിരുമേനി, ഞാനങ്ങനെ വന്നാൽ ശരിയാവില്ല, ഇത്ര കൂടെ നാളായിട്ട് എൻ്റെ കൂടെ മാടമ്പോത്തിന് ഉപേക്ഷിച്ച് എങ്ങനെയാണ് ഞാൻ വരിക? എനിക്ക് കാണാനില്ല, താൻ പറയണത് എനിക്ക് വിശ്വാസമാവണില്ല. ഒന്നേ ഇതേ ഇവിടെ കിടക്കുന്നുണ്ട് മാടമ്പോത്ത്. അപ്പം ഇനിയിപ്പോൾ എങ്ങനെ കാണണേ? അങ്ങ് ഇവിടെ അടുത്ത് വന്ന് നോക്കൂ എന്ന് പറഞ്ഞ് വിളിച്ചു. തിരുമേനി രണ്ടടി ഇങ്ങോട്ട് പുറകോട്ട് ഇവിടെ വന്ന് ചാത്തൻ്റെ അടുത്ത് വന്നു. അപ്പം തിരുമേനിയുടെ ശരീരം അങ്ങോട്ട് മുട്ടി, ശരീരത്തിലേക്ക് മുട്ടി. ചാത്തനെ തൊട്ടുകൊണ്ട് നോക്കുമ്പോൾ തിരുമേനി എന്താ കണ്ടേ? മാടമ്പോത്തിനെയാണ് കണ്ടത്. പക്ഷേ ആ മാടമ്പോത്തിൻ്റെ രൂപം നമ്മളിപ്പോൾ പല ദിക്കിലും കാണാറില്ലേ, ഓരോ നാമജപങ്ങളുടെ ഓരോ ചിത്രങ്ങൾ, ഒരു ചിത്രം കൂടെ ആണ് നോക്കിയിരിക്കുമ്പോഴേക്കും അത് മാറി മറ്റൊരു ചിത്രം, അപ്പോഴേക്കും അത് പോയി പിന്നൊരു ചിത്രം, അപ്പോഴേക്കും പിന്നൊരു ചിത്രം എന്നതുപോലെ ഇങ്ങനെ റിബൺ പോണ പോലെ പോയിക്കൊണ്ടിരിക്കണ പോലെ തിരുമേനി നോക്കുമ്പോൾ മാടമ്പോത്ത്, അത് കഴിയുമ്പോൾ മഹാദേവൻ, അത് കഴിയുമ്പോൾ മഹാവിഷ്ണു, പിന്നെ ദാ ബ്രഹ്മാവ്, പിന്നെ വരണു മാടമ്പോത്ത്, ഇങ്ങനെ മാറി മാറി ഉള്ള ചിത്ര കാണുന്നത്. ഒക്കെ കഴിഞ്ഞ് കണ്ണൊന്ന് ചിമ്മി അടച്ചിട്ട് നോക്കുമ്പോൾ എന്താ, മാടമ്പോത്ത് താഴ്ത്ത് കിടക്കണം. മാടമ്പോത്തെന്ന് പറഞ്ഞാൽ മനയ്ക്ക് അദ്ദേഹം കണ്ടിരുന്ന അവിടുത്തെ കൂറ്റൻ കാളയാണ് ഈ മാടമ്പോത്ത്. അതിനെ കാണുന്നത്. തിരുമേനി ആകെ കൂടി ഈ കണ്ട കാലം മുഴുവൻ ഞാൻ ഉപാസിച്ചിട്ട് എൻ്റെ മുമ്പിൽ വന്നില്ലല്ലോ പരബ്രഹ്മം. എന്നാൽ ഈ പരബ്രഹ്മത്തെ ഉപാസിച്ച് മാടമ്പോത്തിൻ്റെ രൂപത്തിൽ മാടമ്പോത്തിനെ ഉപാസിച്ചിട്ട് ചാത്തൻ്റെ മുമ്പിലാണെങ്കിൽ വന്നില്ലേ പരബ്രഹ്മം എന്നങ്ങോട്ട് ആലോചിച്ചതിന് സന്തോഷമോ സങ്കടമോ അഭിമാനമോ ഏതാണ്. അദ്ദേഹം ഇങ്ങനെ തൊഴുതുകൊണ്ട് നിന്നു ആ പടനിലത്തിൽ. ഓച്ചിറ പടനിലത്തിൽ കിടക്കുന്ന മാടമ്പോത്ത്, പിന്നെ മഹാദേവൻ, ബ്രഹ്മാവ്, വിഷ്ണു, ഇവരൊക്കെ അങ്ങനെ മാറി മാറി വരിക. തിരുമേനി അവിടെ അങ്ങോട്ട് തൊഴുതു നിന്നു.
ഇന്ന് ഞാൻ ഇത്രയും ഭാഗം പറയുന്നു. എന്താണ് പിന്നെ സംഭവിച്ചതെന്ന് നാളെ പറയാം. ഇതുവഴി വന്നാലും ഇത്തിരി നേരം ഇരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. അകവൂർച്ചാത്തൻ്റെ കഥകളാണ് കേട്ടോ. കേൾക്കണേ, നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണേ. നമ്മുടെ നാടിൻ്റെ ഐതിഹ്യമല്ലേ. എല്ലാവർക്കും നന്ദി.